ഹലോ. നമ്മൾ സാധാരണയായിട്ട് ഓറഞ്ച് കഴിച്ചതിന് ശേഷം അതിൻ്റെ തൊലി നമ്മൾ കളയാറല്ലേ ഉള്ളത്. ഇനി അങ്ങനെ ചെയ്യരുത്. അതിൻ്റെ തൊലി കൊണ്ട് നമുക്ക് നല്ലൊരു പ്ലാന്റ് ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ പറ്റും. അതായത് നമ്മുടെ ചെടികൾ നല്ല കൊലകയായിട്ട് പൂക്കാൻ സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസർ. അതേപോലെ തന്നെ നമ്മുടെ റോസ് പോലുള്ള ചെടികൾക്ക് ഉള്ള ഒരു കുഴപ്പമാണ് സ്പൈഡർ മൈറ്റ്സ്, ചെലന്തി, അങ്ങനെ ചെറിയ ചെറിയ ഇൻസെക്റ്റ് വന്ന് നമ്മുടെ റോസിനെ കടിച്ച് അതിനെ മുരടിച്ചു പോകും. അതിൻ്റെ മുരടിപ്പ് മാറ്റാനും പറ്റിയൊരു നല്ലൊരു മരുന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ ഉണ്ടാക്കാം. ഇത് ഒരു ഇൻസെക്റ്റ് റെപ്പലൻ്റ് ആണ്. ആദ്യം തന്നെ ഞാൻ ഓറഞ്ചിൻ്റെ തൊലിയെടുത്ത് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു അല്ലി വെളുത്തുള്ളി എടുക്കാം. വെളുത്തുള്ളി ഒരുപാട് എടുക്കരുത്, വെറും ഒരു അല്ലി മാത്രം മതിയാകും. അത് ചതച്ച് ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി, ഒരുപാട് അങ്ങ് അരയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ച് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചൂടുവെള്ളം വേണം ഒഴിക്കാൻ വേണ്ടി. കാരണം ഇതിൻ്റെ എസൻസ് കംപ്ലീറ്റ് നമുക്ക് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം. ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് അളവിലാണ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ ചെയ്യും. ഇപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂട് വെള്ളത്തിൽ ഇത് നല്ലപോലെ ഇതിൻ്റെ കറക്റ്റ് എസൻസ് നമുക്ക് കിട്ടണം. അതിനുശേഷം ഇത് ചൂടുവെള്ളം നമ്മൾ അടച്ചൊരു 2 മണിക്കൂർ വെക്കുമ്പോഴത്തേക്ക് നല്ല കൂളായി കിട്ടും. കൂളായതിനു ശേഷം നമുക്കിതൊരു 3 ഇരട്ടി 4 ഇരട്ടി വെള്ളത്തിൽ അങ്ങ് ഡൈല്യൂട്ട് ചെയ്യാം. ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം, അതായത് നല്ലപോലെ തണുത്തതിന് ശേഷം, ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കൊണ്ട് ചെടികൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് സ്പ്രേ ചെയ്യുന്ന 3-4 ദിവസമൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ചൊരു 3-4 പ്രാവശ്യം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗാർഡനിൽ വരുന്ന ഈ അഫിഡ്സ്, ഉറുമ്പ്, അതുപോലെ തന്നെ വെള്ളീച്ച, ഫ്രൂട്ട് ഫ്ലൈസ് ഒന്നും വരത്തില്ല. ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളൊക്കെ നല്ല ഷൈനായിട്ടിരിക്കും. അതുപോലെ തന്നെ ഒരുമാതിരി കീടങ്ങളെല്ലാം നമുക്ക് തുരത്താനും പറ്റും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോൾ നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമ്മളിത് അരിച്ചാണ് എടുക്കേണ്ടത് കേട്ടോ. അരിച്ച് വേറൊരു സ്പ്രേ ബോട്ടിലേക്ക് എടുക്കുക. ഒരു 4 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്യുക. എന്നിട്ട് കൊണ്ടുപോയി സ്പ്രേ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഇൻഡോർ പ്ലാന്റ്സ്, നമ്മൾ ഇൻഡോറിൽ വെക്കുന്ന ചില ചെടികളിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഈ വെള്ളീച്ച, പൂപ്പൽ പോലെയുള്ളതൊക്കെ വരുമല്ലോ, അത് വരാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും ഇത് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാകട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഈ ഒരു ഇൻസെക്റ്റ് റെപ്പലൻ്റ് അല്ലാതെ തന്നെ ഇത് നമുക്ക് പ്ലാന്റിൻ്റെ ഗ്രോത്തിനെയും പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഇത് രണ്ടും കൂടിയുള്ള ഒരു ഇതാണ്. ഇൻസെക്റ്റ് റെപ്പലൻ്റ് ആണ്, അതേസമയം ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നത് കൂടിയാണ്. ഇപ്പം നമുക്ക് അത് പച്ചക്കറികൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനും ഔട്ട്ഡോർ പ്ലാന്റ്സിനും എല്ലാം ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും. നല്ലപോലെ പൂവുണ്ടാകാനും ഒക്കെ നല്ലതാണിത്. അതേപോലെ തന്നെ നമുക്ക് ഈ ചെടികൾക്ക് പൂവുണ്ടാകാനൊക്കെ ഓറഞ്ചിൻ്റെ തൊലി കൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു ഫെർട്ടിലൈസറുണ്ട്. അതായത് ഈ ഓറഞ്ചിൻ്റെ തൊലിക്കകത്ത് ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ പീൽസിലെ തൊലിക്കകത്ത് ധാരാളം ഫോസ്ഫറസും അതുപോലെ തന്നെ പൊട്ടാഷ്യവും അടങ്ങിയിട്ടുണ്ട്. ഇത് ചെടികൾക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുന്ന കണക്ക് നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്. നല്ലൊരു അളവിൽ ഇത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെടികളുടെ ഗ്രോത്തിന് നല്ലതാണ്, പൂക്കളുണ്ടാകാൻ വളരെ നല്ലതാണ്. ഇത് നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ട കാര്യം വളരെ ഈസി ആയിട്ട് നമ്മൾ അതിൻ്റെ തൊലികളെല്ലാം എപ്പോഴും നമ്മൾ കളയാതെ അത് ഒന്നുകിൽ ഉണക്കിയെടുക്കാം. നിങ്ങൾക്ക് ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് നല്ല പൗഡർ ഫോമിലാക്കിയതിന് ശേഷം ചെടികളുടെ പൗഡർ ഫോമിലാക്കി നല്ല ഉണങ്ങിയതാണെങ്കിൽ നമുക്കത് പൊടിച്ച് നമുക്ക് ബോട്ടിലാക്കി ഒരു 3-4 മാസത്തേക്കൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ എല്ലാ മാസത്തിലും നമുക്ക് 1-2 സ്പൂൺ വീതം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആ ചട്ടിയുടെ ഒരു മണ്ണിൻ്റെ ന്യൂട്രിയൻസിൻ്റെ അളവിനെ നമുക്ക് കൂട്ടാൻ പറ്റും. ഞാൻ ചെയ്യാറുള്ള കാര്യമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ഓറഞ്ചിൻ്റെ തൊലി കളക്ട് ചെയ്ത് വെക്കും. കളക്ട് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും. ഉണക്കിയതിന് ശേഷം നമ്മൾ പൊടിക്കാൻ നേരം നമുക്ക് നല്ല ഉണങ്ങിയ എഗ്ഷെൽസ് ഉണ്ടെങ്കിൽ മുട്ടയുടെ തോടും കൂടെ ചേർത്ത് പൊടിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാട്ടോ. അതിന് മുട്ടയുടെ തോട് അതുപോലെ തന്നെ ചായയുടെ മട്ട് ഇതെല്ലാം കൂടെ അങ്ങ് നല്ല രീതിയിൽ ഉണക്കിയെടുത്തിട്ട് നല്ലപോലെ പൊടിച്ചിട്ട് 1 മാസത്തേക്ക് 2 മാസത്തേക്കൊക്കെ
ഒരു ബോട്ടിലിട്ട് വെക്കും. അതിനുശേഷം നമ്മുടെ ചെടികൾക്ക് 1 സ്പൂണോ 2 സ്പൂണോ വെച്ച് ഒരു ചെടികൾക്ക് ഒരു ചട്ടിക്ക് എന്ന രീതിയിൽ ഇട്ട് കൊടുക്കും. ഇതൊരു ബെസ്റ്റ് ഫെർട്ടിലൈസറാണ്, എല്ലാവരും ചെയ്ത് നോക്കണം. ഇതേപോലെ കണ്ടോ, ഓറഞ്ച് പീൽസ് എടുക്കുക. ഇതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ ഉണക്കാതെ തന്നെ ചെയ്യുന്ന വേറൊരു രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി നല്ല പോലെ എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. കണ്ടോ, ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇപ്പം ഞാൻ ഉണക്കാതെയാണ് ഈ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത്. ഉണക്കാതെ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇത് നേരിട്ട് നമുക്ക് കൊണ്ടുപോയി ചെടിയിട്ട് ചട്ടിയിട്ട് ചുവട്ടിലിട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ടിട്ട് മണ്ണ് മുകളിലേക്ക് നമുക്ക് മാന്തി ഇട്ട് കൊടുക്കാം. അല്ല എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി. എസ്പെഷ്യലി ഇത് ഇങ്ങനെ നമ്മുടെ റോസിനൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒത്തിരി നല്ല. റോസിന് എപ്പോൾ നോക്കിയാലും സ്പൈഡർ മൈറ്റ്സ് അല്ലെങ്കിൽ വെള്ളീച്ചയുടെ ഒക്കെ ശല്യമുള്ളൊരു ചെടിയാണ്. അതൊക്കെ വന്ന് അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ടാണ് റോസിന് മുരടിപ്പ് വരുന്നത്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ക്രഷ് ചെയ്ത് ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. വളരെ നല്ലതായിട്ട് റോസൊക്കെ തളിർത്ത് പൂത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, മെയിനായിട്ടുള്ളതാണ് നമ്മുടെ പൊട്ടാഷ്യവും ഫോസ്ഫറസും. അതല്ലാതെ തന്നെ ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ്, വൈറ്റമിൻ സി, ഇതൊക്കെ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓറഞ്ച് പീൽസ് എടുത്ത് നമുക്ക് ഇതുപോലെ ഉണക്കിയെടുക്കാം. ഞാനിത് ആദ്യമേ തന്നെ പറഞ്ഞാണ്, ഇങ്ങനെ നല്ല പോലെ വെയിലത്ത് വെച്ച് ഉണക്കണം. ഉണങ്ങി എടുത്തതിന് ശേഷം നമുക്ക് പൊടിച്ച് നമുക്ക് കണ്ടെയ്നറുകളിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇത് നമുക്ക് ഈ ഓറഞ്ചിൻ്റെ പൊടി കൊണ്ട് നമുക്ക് ഫേസ് സ്ക്രബ്ബ്, മുഖത്തൊക്കെ സൺ ടാൻ ഒക്കെ മാറാനായിട്ട് ഫേസ് സ്ക്രബൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് റൂം സ്പ്രേ ഉണ്ടാക്കാനായിട്ട്, അതായത് നമ്മുടെ റൂമിലൊക്കെ നല്ല ഫ്രഷ് സ്മെൽ കിട്ടാൻ വേണ്ടിയിട്ട് ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ നല്ല പോലെ പൂക്കാൻ ഇത് നല്ലതാട്ടോ. അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നമ്മുടെ ഈ കൊമേഴ്ഷ്യലായിട്ട് നമുക്ക് കിട്ടുന്ന ഫെർട്ടിലൈസറുകൾ, അതുപോലെ തന്നെ ഇൻസെക്ട് റെപ്പലൻറ്റിനെക്കാട്ടിലും ഒക്കെ വളരെ ഉപയോഗപ്രദമാണിത്. ഇത് കണ്ട് നമ്മുടെ പൂവിൻ്റെ വിത്താണിത്, ജമന്തിയുടെ വിത്താണ് കേട്ടോ. ഇത് മണ്ണിൽ ജസ്റ്റ് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കും. ഇത് കുറച്ച് മണ്ണും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ പുതിയ തൈകളുണ്ടായി വരും. പിന്നെ അത് നമുക്കെടുത്ത് മാറ്റി മറ്റ് ചട്ടികളിലൊക്കെ വെക്കാൻ പറ്റും. നമ്മുടെ ബൊഗൈൻവില്ല നിറച്ച് പൂത്ത് നിൽക്കുകയാണ്. നിറയെ പൂക്കളുമായിട്ട്, ഇലകൾ കുറവാണ്, നിറയെ പൂക്കളുമായിട്ട് നിൽക്കുകയാണ്. ഇത് നമുക്ക് എല്ലാ ചെടികൾക്കും തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇന്ന ചെടികൾക്കെന്നൊന്നുമില്ല. പക്ഷേങ്കിൽ ഇത് ഇച്ചിരി ആസിഡിക്കാണ്. അപ്പോൾ ആസിഡ് ലവിങ് പ്ലാന്റ്സിന്, റോസ് പോലുള്ള ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. നല്ല പോലെ നിറയെ പൂക്കാനൊക്കെ നല്ലതാണ്. അതുപോലെ പച്ചക്കറികൾക്കും അത് യൂസ് ചെയ്യാം. എല്ലാ പച്ചക്കറികൾക്കും ഇത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ പച്ചമുളകിന്, അതുപോലെ തന്നെ ക്യുക്കമ്പേഴ്സിന്, ടൊമാറ്റോസിന് ഒക്കെ നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ്, സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുമാതിരി ഈ കീടങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ചെടികളെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് നമുക്ക് കിട്ടും. അതായത് നല്ല ഫ്രഷ് വെജിറ്റബിൾസും നമ്മുടെ ഗാർഡനിൽ നല്ലപോലെ പൂക്കാനും ഒക്കെ സഹായിക്കും. ഇത് പിന്നെ ഞാൻ ഇതിൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇത് നമ്മൾ ഇതിൻ്റെ ആ വെള്ളം നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത വെള്ളം ഉണ്ടല്ലോ, നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ലീഫിനൊക്കെ ഒന്ന് വെച്ച് വൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ലീഫിന് നല്ല ഷൈനായിട്ടിരിക്കും. അതായത് ഇലകൾക്കൊക്കെ ഒരു നല്ലൊരു ഷൈൻ കിട്ടാനായിട്ട് നമുക്ക് ഈ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് തുടച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇലകൾക്ക് നല്ലൊരു ഷൈൻ കിട്ടും. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്, നല്ല ഭംഗിയിൽ നിൽക്കുകയാണ്. എല്ലാം ഇതിന് കുറച്ച് കെയറും കാര്യങ്ങളും നമ്മൾ കൊടുക്കണം, എന്നാൽ മാത്രമേ ചെടികളൊക്കെ നല്ല രീതിയിൽ പൂക്കത്തുള്ളൂ. ബൊഗൈൻവില്ലയ്ക്ക് പ്രത്യേകിച്ച് വേണ്ട നല്ല സൂര്യപ്രകാശം കിട്ടുന്നൊരു സ്ഥലത്ത് വേണം നമ്മൾ ബൊഗൈൻവില്ല വെക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ പേര് പറയാറുണ്ട് ബൊഗൈൻവില്ല പൂക്കുന്നില്ലെന്ന്. ബൊഗൈൻവില്ല പൂക്കാത്തതിന് കാരണം അതൊന്നുകിൽ അതിരിക്കുന്ന ഷെയ്ഡി ഏരിയാസിലായിരിക്കും, അല്ലെങ്കിൽ അതിന് ഓവർ വാട്ടറിങ്, ഒത്തിരി വെള്ളം കൊടുത്താലും ബൊഗൈൻവില്ല പൂക്കത്തില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നല്ല സൂര്യപ്രകാശം കിട്ടുന്നൊരു സ്ഥലത്ത് വേണം എപ്പോഴും ബൊഗൈൻവില്ല വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മിതമായ അളവിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നല്ല ഫെർട്ടിലൈസേഴ്സ്, പൊട്ടാഷ്യം ഫോസ്ഫറസും ഒക്കെയുള്ള നല്ല റിച്ച് ആയിട്ടുള്ള ഫെർട്ടിലൈസറും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബൊഗൈൻവില്ല, റോസ് ഇതെല്ലാം പൂത്ത് കിട്ടും. റോസിനും അതുപോലെ തന്നെ ഒരു 6 to 8 hours സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയയിൽ വേണം എപ്പോഴും നമ്മൾ റോസ്
അഡീനിയം, ബൊഗൈൻവില്ല ഇതുപോലുള്ള ചെടികൾ വെക്കാൻ വേണ്ടിയിട്ട്. ജമന്തിക്കും നല്ല രീതിയിൽ വെട്ടം കിട്ടുന്ന ഏരിയയിൽ വേണം നിങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചെടികൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, അതിന് എന്തെങ്കിലും കീടങ്ങളുടെ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നശിച്ചു പോകും. അതുപോലെ തന്നെ വെള്ളം ചട്ടിയിലൊന്നും കെട്ടി നിൽക്കാതെ നമ്മൾ നോക്കണം. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളെല്ലാം നല്ല രീതിയിൽ പൂത്ത് നല്ല ഭംഗിയിൽ നിൽക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആവശ്യമാണെങ്കിൽ അതിൻ്റെ ഒരു മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ബ്രാഞ്ചസ് ഒക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇങ്ങനെയൊക്കെയാണ് ചെടിയുടെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്ത് ഫെർട്ടിലൈസേഴ്സാണ്, പിന്നെ NPK ഒക്കെ ഇപ്പോൾ വാങ്ങാൻ കിട്ടുമല്ലോ, അതിലും നല്ലത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിലും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് NPK വളങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പിന്നെ എല്ലുപൊടിയൊക്കെ നാച്ചുറൽ ആയതുകൊണ്ട് അതൊക്കെ ഒത്തിരി നല്ല, ഫോസ്ഫറസ് വളങ്ങൾ ഒക്കെ ഒത്തിരി നല്ലതാണ്. അതൊക്കെ ചെടികൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടതിന് വലിയൊരു ബിഗ് താങ്ക് യു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.